ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ JCB വീണ്ടും കംപ്ലൈൻ്റായി. അപ്പോൾ അതിൻ്റെ പാർട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വലിയ വെളിച്ചം പോകണം. വലിയ വെളിച്ചം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് വലിയ വെളിച്ചം. നല്ല എന്താ പറയുക, ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പം ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് കയറിക്കഴിഞ്ഞാൽ അവിടെ ജനവാസം കുറവാണ്. അവിടെ നമ്മുടെ റെബ്കോൻ്റെ ഔട്ട്ലെറ്റും ക്രഷർ ഉൽപ്പന്നങ്ങളും ഒരു പെട്രോൾ പമ്പ് അങ്ങനെ മുതലായ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ ഒഴിഞ്ഞ കോണിലാണ് ഇതുള്ളത്. അപ്പോൾ ഒരു 10-25 കിലോമീറ്റർ ഉണ്ട് സ്ഥലത്തേക്ക്. കൂത്തുപറമ്പ് കണ്ണവത്തുനിന്ന് തിരിഞ്ഞ് വനവാസ മേഖലയിലൂടെയാണ് യാത്ര. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബാലേട്ടൻ കൂടത്തിലുണ്ട്. ബാലേട്ടൻ ഇടത് ഭാഗത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ തിരക്ക് കുറവാണ്. പിന്നെ ചെറുവാഞ്ചേരി എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്, അവിടെ കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് തിരക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പൊതുവെ കാലാവസ്ഥ അനുയോജ്യമാണ്. ചെറിയ മഴ, രാവിലെ ഉണ്ടെങ്കിൽ പിന്നീട് ഉണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു അടിപൊളി ഒരു പള്ളിയുണ്ട് കേട്ടോ. ഈ കണ്ണവത്തുനിന്ന് വിട്ട് 2 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു അടിപൊളി പള്ളിയുണ്ട്. ഇവിടെ പൊതുവെ മുസ്ലിം പള്ളിയാണ്. ഇവിടെ എന്തോ വിശ്വാസികൾ കൂടുതലായിട്ട് വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പള്ളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് പിന്നെ ജനവാസ മേഖല തീരെ ഇല്ല. 2 സൈഡും ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൊട്ടിയൂരമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാർ, കുറ്റ്യാടി നാദാപുരത്ത് നിന്ന് പോകുന്ന ആൾക്കാരുടെ തിരക്ക് കാണാം. ഇടയ്ക്ക് ഈ ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ പാനൂര്, കുറ്റ്യാടി ഭാഗത്ത് നാദാപുരം ഭാഗത്തോട്ട് വരുന്ന ആൾ ഈ റോഡിലൂടെ വന്ന് നമ്മുടെ കണ്ണവം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറും കേട്ടോ. അപ്പോൾ അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. നല്ല തിരക്കായിരുന്നു ഒരു കാലത്ത്. പിന്നീട് ഭാരം ഉള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരുപാട് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂത്തുപറമ്പ് എത്തുന്നതിന് മുമ്പ് ബോംബെ ഹോട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊട്ടിയൂർ ഭാഗത്ത് നെടുമ്പോയി ഭാഗത്തുനിന്ന് പോകുമ്പോൾ കൂത്തുപറമ്പ് ടൗൺ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞും വലിയ വെളിച്ചം ഭാഗത്തേക്ക് പോകാം. കണ്ണവം ലെഫ്റ്റ് തിരിഞ്ഞ് അതിലേ വലിയ വെളിച്ചം ഭാഗത്തേക്ക് പോകാം. അപ്പോൾ അങ്ങനെയാണ് ഈ റോഡിൻ്റെ ഒരു ക്രമീകരണം. ജനങ്ങളൊന്നുമില്ല, ഫുള്ള്. പക്ഷേ ഈ കാട്ടികളെ ഉണ്ടാകാറുള്ളൂ. കാട്ടുപോത്ത് അത് ഇപ്പോൾ വാഹനങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പോകുന്നതുകൊണ്ട് ഈ സമയത്ത് കാട്ടുപോത്ത് ഉണ്ടാകാറില്ല. ചില സമയത്ത് അപൂർവമായിട്ട് കാണാം. മഴയില്ലാത്ത കാരണം വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് ഹമ്പുണ്ടായിരുന്നു, ഹമ്പെല്ലാം തട്ടിക്കളഞ്ഞു ഗൈസ്. അല്ലെങ്കിൽ ഓരോ 100 മീറ്ററിലും ഓരോ ഹമ്പായിരുന്നു. അപ്പം അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഹമ്പെല്ലാം തട്ടിക്കളഞ്ഞു. ഹമ്പുള്ളതും അപകട സാധ്യത ആയതുകൊണ്ട് ഹമ്പ് തട്ടിക്കളയും. എന്താണെന്ന് വെച്ചാൽ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്ത് വീഴാനുള്ള ചാൻസ്. ആദ്യമൊക്കെ അത് മാറ്റി ഭയങ്കര പമ്പിൻ്റെ ഇതായിരുന്നു, അപ്പോൾ ആക്സിഡൻറ്റ് കൂടി. അപ്പോൾ ആയതിനാൽ ചെറിയ വ്യത്യാസം വരുത്തി. അപ്പോൾ അവിടെ കോറയിൽ നിന്ന് ഒരു ക്രഷറിലേക്ക് ലോഡുമായി പോകുന്ന വണ്ടി കാണാം. അപ്പോൾ അതിൻ്റെ മേലോട്ട് നോക്കണം ഗൈസ്. ഇപ്പോൾ ഒരു മഞ്ഞ വണ്ടി അതിൻ്റെ മേലെ കൂടെ പാഞ്ഞു വരുന്നതാണ്. ശ്രദ്ധിച്ചിരുന്നു, അതാ വന്ന് നല്ല കയറ്റമാണ് കേട്ടോ. അടിപൊളി കയറ്റമാണ്. ആ വണ്ടീനെ പാസ്സാക്കാൻ വേണ്ടി നമ്മളൊരു ശ്രമം നടത്തി. അതിന് നമ്മുടെ മൊബൈലിലെല്ലാം കൂടെ ഒന്ന് താഴോട്ട് വീണു. വീണ്ടും നമ്മളതെടുത്ത് പോന്നു ഗൈസ്.
അപ്പോൾ നമ്മൾ വലിയ വെളിച്ചത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ, അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയ വെളിച്ചം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ നമ്മളവിടുന്ന് സാധനമെല്ലാം വാങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം സന്തോഷ്. ബൈ.